ഒരു കാര്യം എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ലെങ്കിൽ അതിനർത്ഥം അവിടെ ഒരു അമാനുഷിക ശക്തിയുണ്ടെന്നാണോ? അല്ല. അറിവില്ലായ്മ എന്നതൊരിക്കലും ഒരു വിശ്വാസം സത്യമാണെന്ന് തെളിയിക്കാനുള്ള ലൈസൻസ് അല്ല. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യുക്തിചിന്തയിലെ പ്രധാനപ്പെട്ട ഒരു പിഴവിനെക്കുറിച്ചാണ്. മനുഷ്യന്റെ അറിവിന്റെ പരിമിതികളെ വിശ്വാസം കൊണ്ട് മൂടിവെക്കുന്നത് പണ്ടേയുള്ള ഒരു കുറുക്കുവഴിയാണ്. ഇതിനെ യുക്തിശാസ്ത്രത്തിൽ ആർഗ്യുമെന്റ് ഫ്രം ഇഗ്നോറൻസ് എന്ന് വിളിക്കുന്നു. പ്രധാനമായും രണ്ട് തെറ്റായ വാദങ്ങളാണ് ഇവിടെ ഉയരുന്നത്. ഒന്ന്, ഒരു കാര്യം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് അത് ശരിയാണ് എന്ന് വാദിക്കുന്നു. രണ്ട്, ഒരു കാര്യം ശരിയാണെന്ന് തെളിയിക്കാൻ നിലവിൽ മാർഗമില്ലാത്തതുകൊണ്ട് അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്നു. ഉദാഹരണത്തിന്, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ശാസ്ത്രത്തിന് ഇന്ന് എല്ലാ ഉത്തരങ്ങളും ഇല്ലായിരിക്കാം. ആ അറിവില്ലായ്മയെ ഗ്യാപ്പ് ഇൻ നോളജ് മുതലെടുത്ത് അതുകൊണ്ട് എന്റെ വിശ്വാസമാണ് സത്യമെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇതിനെയാണ് വിടവുകളിലെ ദൈവം, ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് എന്ന് വിളിക്കുന്നത്. യുക്തിചിന്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബേർഡൻ ഓഫ് പ്രൂഫ്. ഏതൊരു അവകാശവാദവും ഉന്നയിക്കുന്ന ആൾക്കാണ് അത് തെളിയിക്കാനുള്ള ബാധ്യത. ഹിച്ചിൻസ് റേസർ ക്രിസ്റ്റഫർ ഹിറ്റൻസ് പറഞ്ഞതുപോലെ, തെളിവുകളില്ലാതെ ഉന്നയിക്കപ്പെടുന്ന ഏതൊരു കാര്യത്തെയും തെളിവുകളില്ലാതെ തന്നെ നമുക്ക് തള്ളിക്കളയാം. അസാധാരണമായ അവകാശവാദങ്ങൾക്ക് അസാധാരണമായ തെളിവുകൾ തന്നെ വേണം. മറുപക്ഷത്തിന് അത് തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയുന്നില്ല എന്നത് നിങ്ങളുടെ വാദം ശരിയാകാൻ ഒരു കാരണമേ അല്ല. നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് നോക്കാം. പണ്ട് ഇടിമിന്നലും പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികളും ദൈവകോപമാണെന്ന് മനുഷ്യർ വിശ്വസിച്ചിരുന്നു. കാരണം അന്ന് അതിന്റെ ഭൗതിക സാഹചര്യം നമുക്കറിയില്ലായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഇടിമിന്നൽ അന്തരീക്ഷത്തിലെ വൈദ്യുത പ്രവാഹമാണെന്നും രോഗങ്ങൾ പരത്തുന്നത് സൂക്ഷ്മജീവികളാണെന്നും. അന്ന് നമുക്കറിയില്ലായിരുന്നത് അന്ധവിശ്വാസങ്ങൾ സത്യമാകാനുള്ള തെളിവായിരുന്നില്ല. അറിവില്ലായ്മ എന്നത് അറിവിലേക്കുള്ള ഒരു ശൂന്യത മാത്രമാണ്. എനിക്കറിയില്ല എന്ന് സമ്മതിക്കുന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് അതൊരു ബൗദ്ധിക സത്യസന്ധതയാണ്. ഇന്റലക്ച്വൽ ഓണസ്റ്റി. ശാസ്ത്രം വളരുന്നത് ചോദ്യങ്ങളിലൂടെയാണ്. എന്നാൽ ചോദ്യങ്ങൾ ഇല്ലാതാക്കുന്നിടത്ത് ചിന്ത അവസാനിക്കുന്നു. സത്യം അറിയില്ല എന്നതിനർത്ഥം സത്യം അന്വേഷിക്കണമെന്ന് മാത്രമാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ സത്യമായി ആലിംഗനം ചെയ്യണമെന്നല്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. യുക്തിചിന്തയുള്ള ഒരു സമൂഹത്തിനായി ഈ വീഡിയോ ഷെയർ ചെയ്യാം.